ഗൈസ്, അപ്പോൾ ഫസ്റ്റ് തന്നെ എല്ലാവർക്കും ഗൈസ് ഗുഡ് മോർണിംഗ്. അപ്പോൾ ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷം പിന്നെയും ഞങ്ങൾ വന്നിരിക്കുകയാണ്. ഏകദേശം ഒരു 1 മന്തോളമായി വീഡിയോസും ഞാനൊന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല, ഇടാൻ പറ്റാത്തൊരു നല്ല വിഷമമുണ്ട് ഗൈസ്. അപ്പോൾ ഓരോ കാര്യങ്ങളായിട്ട് ഇങ്ങനെ പോയതാണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ ഒരു കുഞ്ഞ് ഡൈനർ ലൈഫ് വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് ഫുള്ളായിട്ട് കാണാം. എന്തുണ്ടെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക ഗൈസ്. അപ്പോൾ ഞാൻ നേരത്തെ എണീറ്റു. ഇപ്പോൾ ഇന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ ഒരു ഡൈനർ ലൈഫിന് ഒരു ഇതുണ്ട്. ചിങ്കിട് വന്നതിന് ശേഷമുള്ളൊരു ഡൈനർ ലൈഫൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ അപ്പോൾ അമ്മ ഉണ്ടായിരുന്നു, ഇപ്പം അമ്മയില്ല. ഞാനും വാവച്ചിയും ചിങ്കിടും മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു മാറ്റമുണ്ട്. അതുകൊണ്ടും കൂടിയാണ് ഞങ്ങളൊരു ചെറിയ ഡൈനർ ലൈഫ് ഇന്ന് എടുക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഞാൻ ഫസ്റ്റ് വാവച്ചിയും ചിങ്കിടും കാണിച്ചു തരാം കേട്ടോ. ചിങ്കിടും വാവച്ചിയോടെ നല്ല ഉറക്കത്തിലാണ്. നല്ല ഉറക്കത്തിൽ വെച്ച് കഴിഞ്ഞാൽ കുറച്ച് മുന്നേ ചിങ്കിടും എണീറ്റിട്ട് ഫീഡ് ചെയ്തിട്ട് പിന്നെ ഉറങ്ങിയതാണ്. അപ്പോൾ ഞാനും അവിടെ ഉറക്കത്തിലായിരുന്നു. പിന്നെ ഞാൻ എണീറ്റ് അങ്ങനെ വന്നു. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കണമല്ലോ. ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ ഇവിടെ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അടുത്ത് വന്നിട്ട് പിന്നെ ഇവിടെ ചോറ് ഇപ്പോൾ ഞങ്ങൾ അടുപ്പിലാണ് വയ്ക്കണമെന്നൊക്കെ കഴിഞ്ഞ വേണ്ടി പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ അതിനുള്ള വെള്ളവും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഇനി ചിങ്കടും ഇനിയിപ്പോൾ എപ്പോൾ എണീക്കുന്നൊന്നും അറിയില്ല കേട്ടോ. കാരണം ഓരോ ടൈമിൽ ഓരോ വ്യത്യാസങ്ങൾ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ചിങ്കട് ഇനിയിപ്പോൾ എണീക്കുമോ എന്താണെന്ന് അറിയില്ല. അപ്പോൾ ഞാൻ എണീക്കുകയാണെന്നുണ്ടെങ്കിൽ ആ സമയത്ത് കാണിച്ചു തരാം ഗൈസ്. ഒരാൾ ഉറക്കത്തിന് എണീച്ചു വന്നു. എന്തിനാണെന്നറിയോ, അവിടെ തൊട്ടിയിൽ കണ്ട ഒരാൾ കിടന്നാടുന്നു. എണീറ്റു എന്ന് പറയാൻ വേണ്ടി വന്നാണല്ലോ. ഞങ്ങളില്ലേ വേറെ തൊട്ടിൽ മാറ്റിയില്ലോ. കണ്ണു തുറന്ന് അത് വന്നിട്ട് ഇപ്പൊ ചൂടായത് കൊണ്ട് അത് ഞങ്ങൾ മാറ്റിട്ട് ഇപ്പൊ ഈ തൊട്ടിലാക്കി. അവൾക്ക് ഡ്രസ്സൊന്നും ഇല്ല, ചൂടായത് എണീറ്റിട്ട് കണ്ണു കാട്ടി കിടക്കണം. എണീറ്റത് അവർക്ക് പാല് വേണം, അതുകൊണ്ടാണ് കാര്യം. ഇപ്പം എന്തായാലും പാല് കൊടുക്കട്ടെ ഗൈസ്. അങ്ങനെ ഫീഡൊക്കെ ചെയ്ത് കഴിഞ്ഞു. ആൾ ഇനി ഉറങ്ങണില്ല. വേണ്ട, ഉറക്കം കഴിഞ്ഞു. ഇത്ര നേരം ഉറങ്ങി. എനിക്ക് ഉറക്കം മതിയായിട്ടില്ല. പക്ഷെ വാവിച്ച് ഉറങ്ങിട്ടോ. വാവിച്ച് നിങ്ങൾ കുഴപ്പമില്ലാന്ന് ഉറങ്ങി. പക്ഷെ എനിക്ക് ഉറക്കം മതിയായിട്ടില്ല. അല്ല, ചിങ്ങളുടെ ഇടയിൽ എണീക്കേണ്ടതാണ്. പക്ഷെ എണീറ്റില്ല. ഒരേ ഉറക്കം അങ്ങനെ ഉറങ്ങിയിട്ട് അപ്പൊ ഞാൻ എണിച്ചു പോയില്ല. അതിനുശേഷം എണിച്ചിട്ടില്ല. അതിനുശേഷം ഇടയിൽ എണിക്കുന്നതാണ് കേട്ടാ. രാത്രി ഇടയിൽ എണിക്കുന്നുണ്ട്. അത് പിന്നെ നാക്ക് പുറത്തിട്ട് എല്ലാവർക്കും ഹായ് പറ ഗൈസ്. കൊറേ കാലമായില്ലേ കണ്ടിട്ട്. ഹായ് പറ. എണിച്ചതിൻ്റെ ഇതിൽ ഇങ്ങനെ ഇരിക്കുന്ന ആള്. അതുപോലെ തന്നെ ഗൈസ് ഇപ്പൊ അമ്മയില്ല കേട്ടോ. അമ്മയില്ലാന്ന് കഴിഞ്ഞാൽ രാവിലെ പറഞ്ഞതല്ലേ. അപ്പോൾ അമ്മ ഇവിടെ ഇല്ല. അപ്പോൾ ഞങ്ങൾ 3 പേരായിട്ടുള്ളൊരു ഡൈനർ ലൈഫാണ് കേട്ടോ. ഇപ്പോൾ അമ്മ ഉള്ള ടൈമിലാണെന്നുണ്ടെങ്കിലും ഞങ്ങൾ ചിങ്ങട് വന്നതിന് ശേഷമുള്ള ഡൈനർ ലൈഫിൽ ചെയ്തിട്ടുണ്ടല്ലോ അവൻ. പക്ഷെ ഇപ്പം അമ്മ ഇല്ലാണ്ട് ഞങ്ങൾ 3 പേര് മാത്രമായിട്ടുള്ളത് കുറേ ദിവസമായി. പക്ഷേ അതെ, അമ്മ ഉണ്ടാകുമ്പോൾ അമ്മയും കൂടി ഉണ്ടാകുമ്പോൾ അവർ മാനേജിങ് കൂടി ഉണ്ടാകുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ കാര്യങ്ങളൊക്കെ ചെയ്യാനും ഒക്കെ പറ്റുമായിരുന്നല്ലോ അവൻ. അപ്പോൾ നമ്മൾ പോയിട്ട് വരും എന്തായാലും. പക്ഷേ ഇപ്പോൾ ഞങ്ങൾ മാത്രമേ ഉള്ളൂ അല്ലോ അവൻ. അപ്പോൾ എങ്ങനെയായിരിക്കും എന്താണെന്നാണ് ഞങ്ങൾ ഇന്ന് വിചാരിക്കുന്നത് മൊത്തത്തിൽ. അപ്പോൾ ഓരോന്നേരത്തെ കാണിച്ചത്. ഇനിയിപ്പോൾ ചിങ്കിടുന്നുണ്ട് കാര്യമായിട്ട് ഫോണിൽ നോക്കിയിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ പല്ല് തേപ്പും കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. ഫുഡ് കാര്യങ്ങളെല്ലാം സെറ്റായി. ഇനി വാവച്ചിയാണ് പല്ല് തേക്കേണ്ടത്. വാവച്ചിന് ഇനി സൂക്ഷിക്കൊണ്ടുപോകണം. ചിങ്കിട ആയിട്ടുള്ള പറ. അപ്പൊ ഞാൻ പല്ല് തേക്കാൻ വേണ്ടി വരുന്ന സമയത്ത് രണ്ടുപേരും കൂടെ ഇവിടെ ഇരുന്ന് കളിക്കുന്നു. അപ്പോൾ ചിണ്ടുവിനെ എണീപ്പിച്ചിട്ട് കുഞ്ഞു പെണ്ണേ, അവൾക്ക് ഏറ്റവും കൂടുതൽ ഉള്ളിലിരിക്കുന്നതിനേക്കാളും പുറത്താണ് അല്ലേ ഇഷ്ടം. കൊണ്ട് ഇലകളൊക്കെ ഇങ്ങനെ ആണെങ്കിലേ എന്തോ ആലോചിച്ചിരിക്കുന്നു. കുഞ്ഞു ചിങ്കിടോ ആരോ വിളിക്കുന്നു. അവിടെ എന്തോ കണ്ടു. കുഞ്ഞു പെണ്ണേ, അവിടെ ആടിനോടിക്ക് നോക്ക്. അപ്പോൾ ഒന്നില്ലെങ്കിൽ എണീറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താണ് ചിങ്ങടിനെ ഇവിടെ കൊണ്ടുവന്ന് ഇരുത്തില്ലേ, ഹാളിൽ ഇരുത്തും. ഇല്ലെങ്കിൽ പുറത്ത് ഊഞ്ഞാലുണ്ടല്ലോ ഫ്രണ്ടിൽ, അവിടെ കൊണ്ടിരുത്തല്ലോ. അപ്പൊ ആള് കുറച്ചു നേരം സൈലന്റ് ആയിരിക്കും. എന്നിട്ട് മാക്സിമം അവള് ഏറ്റവും കൂടുതൽ കളിക്കുന്നത് രാത്രി സമയങ്ങളിലാണ്. പിന്നെ ഇവിടെ ഇരുന്ന് മതിയായി പറഞ്ഞു കഴിഞ്ഞാല് പോവാന്നുള്ള രീതിയിൽ ഇങ്ങനെ ഒരു ഇത് കാണിക്കും. എവിടെ നോക്കിട്ടിരിച്ചിന് നോക്കിട്ടിരിച്ചിന്. ഓ, ഉറക്കം മതിയായില്ലേ? കുട്ടീനല്ലേ കണ്ണു തുറന്നത്?
കുട്ടീനില്ലേ കണ്ണു തുറന്ന്, അതുകൊണ്ടല്ലേ എടുത്തിടാടാ. നോർമൽ ഇല്ലേ ഉറക്കം മതിയായിട്ടില്ല എന്ന് പറഞ്ഞാൽ ചിങ്ങു തന്നെ എണീറ്റിട്ട് പാല് കുടിച്ച് ഉറങ്ങും. എന്തെങ്കിലും ചോദിച്ചാ അപ്പൊ കൈ കൊണ്ടു എന്തിനാ ഓ വിശക്കാൻ തുടങ്ങിയ സമയത്ത് അമ്മ ഉണ്ടെങ്കിൽ എങ്ങനെയാ ബേബി? അമ്മയുണ്ടെങ്കിൽ ഈ സമയത്ത് അമ്മ എടുക്കും. അപ്പൊ ഞാൻ എനിക്ക് ചെയ്യാനുള്ളത് ചെയ്യും. പിന്നെ അമ്മയ്ക്ക് ചെയ്യാനുള്ള ഇതാവുന്ന ടൈമിൽ ഞാൻ എടുത്തിരിക്കും. അപ്പൊ അമ്മയ്ക്ക് ചെയ്യാനുള്ള, അങ്ങനെയാണ് ഞങ്ങൾ മാനേജ് ചെയ്യുക. ലോവേ അപ്പൊ അമ്മ ഇല്ലാത്ത സമയത്ത് ഞങ്ങൾ മാക്സിമം അങ്ങനെ തന്നെ ആയിരിക്കും. ചിലപ്പോ ഞാൻ എടുക്കും, ഭാവിച്ച് എന്തെങ്കിലും എനിക്ക് ചെയ്യാൻ. ചില സമയത്ത് ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒപ്പം പല്ല് കഴിക്കുക. അതായത് ചിങ്ങുടി ചില സമയത്ത് ഉറങ്ങുന്ന സമയത്ത് തൊട്ടിയിലുണ്ടാവില്ല, ഇടയ്ക്ക് പോയി നോക്കാണ്ട് വേഗം പല്ല് കഴിക്കുക, അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. ഇന്ന് ഞാൻ നേരത്തെ തേച്ചു. ഇന്ന് ഞാൻ അമ്മയുള്ള സമയത്ത് രണ്ടുപേരും കൂടി രണ്ടുപേരും കൂടി തന്നെ തേക്കുന്നു. ചിങ്ങുടെ അവിടെ എന്തോ കണ്ടിട്ട് അവിടെ എന്താ കാണുന്നത് നമുക്കറിയില്ല. ചിങ്ങുടെ ഒരു ഏകദേശം ഒരു കുറച്ച് മാസം വരെ റിസ്ക് ഉണ്ടാവുമല്ലോ. അതെ, അപ്പൊ മാനേജ് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ട് തന്നെയാണ്. പിന്നെ ഒന്നാമത് ഫസ്റ്റ് മുതലേ അമ്മ ഉണ്ടായിരുന്നിട്ട് പിന്നെ ഇല്ലാതാവുമ്പോൾ നമുക്കത് പെട്ടെന്ന് അത് മാനേജ് ചെയ്യുമ്പോൾ കുറച്ച് ഇതല്ലേ. പക്ഷെ കുഴപ്പമില്ല, ഞങ്ങൾ അതില് ഇവളെ നോക്കാന്ന് മാത്രമല്ല, അതായത് വീട്ടിലിപ്പോ ഞങ്ങളെല്ലാരും കൂടി ആവുമ്പോ അതൊരു അടിപൊളിയായിരുന്നു. ഇപ്പൊ അമ്മയില്ലാത്തതിന്റെ ഒരു ഇതുണ്ട്, വിളിച്ച് തൂക്കണം, വീട്ടിൽ പോയി തൂക്കണം. കുഞ്ഞു പെണ്ണേ എന്നെ നോക്കണ്, എന്നെ അല്ല നോക്കണ്, അവിടെ എവിടെയോ ഇല ആടുകയാണ്. ഇതുപോലെ ഹാളിൽ ഇരുത്തിയാലും നോക്കാനുള്ള 2 സ്ഥലങ്ങളുണ്ടാവും. കുട്ടി പല്ല് തേക്കണില്ലേ? പല്ല് തേക്കണില്ലേ? തേക്കാണ് തന്നെ. കുട്ടി പല്ല് തേച്ചിട്ടില്ല ഗൈസ്, എന്നെയല്ല നോക്കണത് കേട്ടോ. ടാറ്റ, അമ്മ പല്ല് തേക്കട്ടെ കേട്ടോ. ചിങ്ങുടിന് ഉറക്കം മതിയായിട്ടില്ല, അപ്പൊ അവൾ അങ്ങനെ ഉറങ്ങി. അതാ ഉറങ്ങിയിട്ടില്ല. എന്താണ് ഇത്ര നേരം ഉറങ്ങുമായിരുന്നു കുഞ്ഞിപ്പെണ്ണേ? അതാ തൊട്ടി. അപ്പൊ അത് ആ ഒരു ഇതിലായിരിക്കും അടിച്ചിട്ടുണ്ടാവും അല്ലേ? ഡാഡന്റെ താടിയിലൊക്കെ ആയി. ഉറക്കുന്നതിന്റെ കരച്ചിലാണത്. ഞാൻ തട്ട വാവിച്ചെടുത്തിട്ട് ഇരുന്നതും പിന്നെയും കുറച്ചുകൂടെ തെറ്റില്ലോ അവേ. അത് ഗ്യാസ് പോയ ടൈമിലാണ് കേട്ടാ. അല്ല, ഗ്യാസ് എന്ന് പറഞ്ഞിട്ടായിരിക്കും. പക്ഷെ ഗ്യാസ് പോയതാണ് അപ്പോഴും പാല കൊടുത്തിട്ട് പിന്നെ വായിലിട്ടിട്ട് ഇങ്ങനെ ഇരിക്കും. അതൊരാൾക്കൊരു ഹരമാണ്. ഉറങ്ങേണ്ട സമയമാണ്. കാണിച്ചത് ഉറങ്ങണ്ട, അതായത് അപ്പോഴേ ഉറങ്ങിയതാണ്, കഴിച്ചിട്ടില്ല. അതായത് ഉറങ്ങേണ്ടതാണ് അപ്പോഴേ തന്നെ. അപ്പം ഗ്യാസ് വന്ന സമയം മൂപ്പര് അങ്ങനെ എണിച്ചാണല്ലോ. അപ്പം ഇനിയിപ്പോൾ എന്തായാലും ഒന്നുകൂടെ കുറച്ച് നേരം ഇരുത്തിയാളോ ഉറങ്ങും. തൊട്ടിലിട്ടാണെങ്കിൽ ബുദ്ധിമുട്ടല്ല അത്. അപ്പോൾ ചിങ്ങിടോ എന്താണ് ഞാൻ ഉറങ്ങിയിട്ട് വരാൻ പറ, ഉറങ്ങിയിട്ട് വരാ പറയും. ഞങ്ങൾ ഉറങ്ങിയിട്ട് വരാം. അപ്പോൾ ചിങ്ങുനെയൊക്കെ ഉറക്കിയിട്ടില്ലേ? സത്യം പകുതിയൊന്നുമല്ല, എൻ്റെ ഏകദേശം ഫിനിഷായി. ഭാവിച്ച് കഴിച്ച് പകുതിയായില്ലോ. ഫിനിഷായിട്ടാണ്. വിശപ്പ് ഔട്ടായി. ഉള്ളിലൊരാളും കൂടി ഉള്ളതുകൊണ്ട് ചിങ്ങുവിനും കൂടി വിശപ്പും എല്ലാം കൂടി ബ്രേക്ക്ഫാസ്റ്റ് ഇതാ ഞങ്ങൾ കഴിക്കുന്നത് എത്ര മണിക്കാന്ന് അറിയാം? 12. അതല്ലെങ്കിൽ നോർമലി കുറച്ച് നേരത്തെ കഴിയുന്നതാണ്. അപ്പം ഇന്ന് ചിങ്ങു എണിച്ചുകൊണ്ട് ഇങ്ങനെ ഇരുന്ന്
അപ്പോ ഗൈസ് അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഏകദേശം ഫിനിഷ് ആയിട്ട് ഇനി കുറച്ചുകൂടി ഉള്ളൂ, അതും കൂടി കഴിക്കണം. അമ്മ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അമ്മ പറഞ്ഞു നാളെ വരുന്നത് നാളെ വരും പറഞ്ഞാൽ ബേബിക്ക് അറിയില്ലല്ലേ, നാളെ വരുന്നാണല്ലോ ബേബി. അങ്ങനെയാ അല്ല ഭാവിച്ച് അമ്മയോട് സംസാരിക്കുന്നു, എനിക്ക് അറിയില്ല എപ്പോഴും പറഞ്ഞു. അതായത് ഞാനും ഇന്നലെ ഇപ്പൊ 2 ദിവസമായിട്ട് ഞാനും ചേച്ചിയും അവരെല്ലാരും അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇനി അമ്മയും കൂടെ ഇങ്ങോട്ട് വന്നു വെച്ചാൽ ഇന്ന് അവിടെ പോയി. അപ്പൊ അമ്മയും കൂടെ ഇവിടേക്ക് വന്നു വെച്ചാൽ അപ്പൊ അതുകൊണ്ടൊന്നും ഇരുന്നിട്ട് നാളെ വരാം. അങ്ങനെ. അപ്പോൾ ഗൈസ് എന്തായാലും അമ്മ വന്നിട്ട് അമ്മനെ കാണിച്ചു തരാം. അപ്പോൾ ഗൈസ് ഇനിയിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക ഉച്ചയ്ക്ക്. ഗൈസ് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് കഴിഞ്ഞു കേട്ടാ. എന്നിട്ട് ഭാവിച്ച് ഇതാ മോര് കുടിച്ചോണ്ടിരിക്കണല്ലോ. അവേ ഞാനും കുടിക്കുന്നുണ്ട് കേട്ടോ ഗൈസ്. കുടിപ്പിക്കുന്നു ഭാവിച്ചിനെ ഒന്നോ ചൂടുമല്ലേ, മോരൊക്കെ ആകുമ്പോൾ കുറച്ച് നമുക്കൊരു ആശ്വാസം കിട്ടും. ആ ഭാവിച്ച് അങ്ങനെയാണ് ഗൈസ് കുടിക്കുള്ളൂ. ചിങ്കിട് പിന്നെ നല്ല ഉറക്കത്തിലാണ് കണ്ട. ഞങ്ങളിങ്ങനെ ഇവിടെ ഇരുന്നിട്ട് എന്താണ് മോര് കുടിച്ചോണ്ടിരിക്കല്ലോ. അവേ സത്യം ഒന്നിനും സമയം കിട്ടണില്ല ഞങ്ങൾക്ക്. സത്യമായിട്ട് വീഡിയോ എടുക്കാനാണെങ്കിലും അതായത് ഇപ്പോൾ രാത്രിയൊക്കെ ആവണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ വിചാരിക്കും പിറ്റേ ദിവസം ഇന്നതൊക്കെ ചെയ്യാന്ന്. പക്ഷെ ആ സമയം പോകണമെന്ന് നമുക്ക് അറിയില്ല. രാവിലെ എണീറ്റാൽ അടിപൊളിയാണ്. ഉറങ്ങി എണിച്ചിട്ട് ബേബി എന്തൊക്കെയോ പുറത്ത് പോയി ചെയ്യണ്ടായിരുന്നു ചിങ്ങടൂനെ കൊണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് എന്താണ് ചിങ്ങടൂനെ കിടത്തിയിട്ട് കളിപ്പിക്കുകയാണ് ഗൈസ്. ഉറങ്ങി ഇടയ്ക്കിടയ്ക്ക് ഉറങ്ങി പോണ്ട്. അയ്യോ എന്താ ഒരു ചൂടാണ് ഇപ്പോ. സത്യം നല്ല ചൂടാണ്. ഇനിയും ഉണ്ട് മാസങ്ങളുണ്ട്. അതെ ചൂട് എവിടെ ആയിട്ടില്ല എന്നാണ്. ഇനിയിപ്പോ ഏപ്രിലും മെയ്യൊക്കെ ആകുമ്പോൾ നല്ല ചൂടായിരിക്കും. ഇപ്പോഴേ സഹിക്കുന്നില്ല, അപ്പൊ അപ്പോഴേക്കും കരിക്കും. എപ്പോഴും കുട്ടീനെ കളിപ്പിക്കാൻ ബേബിന്റെ കയ്യിലിട്ട് കൊടുത്ത കുട്ടി ഒറ്റയ്ക്ക് കളിക്കണ്ടാവും, ബേബി കിടന്നുറങ്ങുണ്ടാവും. ഇനി അടിയിൽ കിട്ടിയ എടുത്തിട്ട് പറയാൻ പറ്റില്ല. ബേബിന്റെ കണ്ണ് തൂങ്ങിയിട്ട് തന്നെ ഇരിക്കുന്നത്. എന്താന്നറിയില്ല ഉറക്ക ക്ഷീണം, ഉറക്കം മതിയായിട്ടില്ല. അപ്പൊ അതുകൊണ്ട് അയ്യോ ഉറങ്ങിയിട്ടില്ല. ചിങ്കിടുണ്ട്, ചിങ്കിടൂടെ ഒരേ എന്താണ് അങ്ങോട്ടും ഇങ്ങോട്ടും ചാടിക്കളിക്കില്ല പണി. ഞാൻ ഇപ്പൊ ഇങ്ങനെ കിടത്തിയാണ് അപ്പോഴേ തിരിഞ്ഞ് ഇവിടെ എത്തി. എന്നിട്ട് ഇങ്ങനെ ആലോചിച്ചു ചിങ്കടൂന് മാത്രം ഒരു ദിവസം അല്ലേ ബേബി, അത് ചിങ്കടൂന് മാത്രം കാണിച്ചിട്ട് അവളുടെ കളികളും എല്ലാം കാണിച്ചിട്ടൊക്കെ ചൂട് പക്ഷേ ഞങ്ങൾക്കൊരു ഇത് തോന്നി എന്താ വെച്ചാൽ ഇവിടെ രാവിലെ വലിയ കുഴപ്പമില്ല അല്ലെ, ഉണ്ട് കറണ്ട് പോയതുകൊണ്ട് ചൂടുണ്ട്. പക്ഷെ നല്ല ചൂടാണ്. കറണ്ട് ഉള്ള സമയത്താണെങ്കിൽ അത്യാവശ്യം രാവിലെ ഇവിടെ ഉള്ളിലിരിക്കും. എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഈ രാത്രിത്തേക്ക് മഞ്ഞൊക്കെ കയറി ഞാൻ ഉള്ളിൽ തണുത്തിട്ടാണോന്ന് അറിയില്ല. രാവിലെ നല്ല കുഴപ്പമില്ല, വലിയ ചൂടില്ല. പക്ഷെ പുറത്തിറങ്ങാൻ പറ്റില്ല, വീടിനുള്ളിൽ തന്നെ. പിന്നെ മെയിനായിട്ട് അവൾക്ക് ഡ്രസ്സ് ഇട്ട് കൊടുക്കാത്തതിന്റെ കാരണമേ ചൂടായിട്ടാണ്. നമ്മൾക്ക് സഹിക്കാൻ പറ്റില്ല, പിന്നെ കുട്ടിക്കും അപ്പൊ എങ്ങനെ ഉണ്ടാവും, അതുകൊണ്ടാണ്. പിന്നെ ഒന്നാമത് ചിങ്ങനൊരു ചൂട് കൂടുതലാണ്, അപ്പൊ അതുകൊണ്ട് ഡ്രസ്സ് ഇട്ട് കൊടുക്കില്ല. ബേബിന്റെ അതേ കാറ്റഗറിയാണ്. അതായത് 1 മിനിറ്റ് നിന്ന് അപ്പോഴേക്കും വേർക്കും, തല മൊത്തം വേർക്കും. ചിങ്ങനോ എന്താണ് കിടക്കുന്ന ആള് ഗൈസ്. അപ്പൊ ഭാവിച്ച് ഇത്ര നേരം അവിടെ ഫോണില് എഡിറ്റിംഗ് ആയാലും എന്തൊക്കെയാ ചെയ്തോണ്ടിരിക്കുക. എന്തായാലും ഒരാള് കുട്ടിനെ നോക്കണം, പിന്നെ ബാക്കിയുള്ള പരിപാടി ഒരാൾ നോക്കണം. അപ്പൊ ഞാൻ നോക്കി പറഞ്ഞാ അവള് ഒന്നാമത് ഇരിക്കില്ല, കാരണം അവൾക്ക് പാല് കുടിക്കാനുള്ള ടെൻഡൻസിക്ക് പോയിക്കൊണ്ടേയിരിക്കും. അപ്പൊ ബേബി ആകുമ്പോ കുഴപ്പമില്ലല്ലോ. ഇപ്പൊ വീഡിയോ എടുക്കണോണ്ടാണ് ബേബി പിടിച്ച് നിക്കണത്. ചിങ്ങടു ഇനിയിപ്പോ കുറച്ച് ഉറങ്ങി ഗ്യാപ്പിൽ ഉറങ്ങണം എന്ന് പറഞ്ഞിട്ട് ആവശ്യമില്ല ഇങ്ങനെ പറഞ്ഞിട്ടിരിക്കുന്നു. അപ്പൊ ഇതന്നെ ചിങ്ങടു ഉണ്ടാകുന്നത് കിടന്ന് ചിങ്ങടുവിന്റെ പൂച്ചക്കുട്ടിനെ നോക്കിട്ടിരിക്കുന്നത്. പൂച്ചയുണ്ടാ, പക്ഷെ എനിക്ക് കണ്ണു മുഖം കാണണേ ഇല്ല അവളുടെ. കാണില്ലേ ബേബി മറച്ചു വെച്ചിട്ട്. ഞാൻ അങ്ങനെ കൈ വെച്ചിട്ടുണ്ടോ ഇരുന്ന് കണ്ട അരിച്ചണ്ട. കുഞ്ഞിപ്പെണ്ണേ കുഞ്ഞിപ്പെണ്ണേ വിളിച്ചിരുന്നടാ ചിങ്ങടോ, ചിങ്ങടനെ വിളിക്കണോ? പ്രാവശ്യം വിളിച്ചത് അതിനുള്ളിൽ കൊണ്ട്. അവള് കുറച്ച് കളിക്കിട്ട് കാരണം ഓ അപ്പോ അവൾക്ക് ഉറക്കം വേണ്ടി, പക്ഷെ ചൂട് കാരണം അവൾക്ക് ഉറങ്ങാനും പറ്റുന്നില്ല. അതാണ് അവസ്ഥ ഗൈസ്.
ഗൈസ് ബേബി ഇവിടെ പാട്ട് പാടി കൊടുക്കുകയാണ്. കുറേ നേരം താഴത്ത് കളിച്ചിട്ടുണ്ടായിരുന്നു, ഇപ്പൊ മേലെ കയറി കളിച്ചു. എൻ്റെ സീറ്റിൽ വന്ന് ഇരിക്കുക. കുറച്ചൊന്നും പിടിക്കും, ഞാനിപ്പം വരാമെന്ന് പറഞ്ഞിട്ട് പിടിച്ചത് അവിടെ ഊഞ്ഞാലിൽ വന്ന് ആടിക്കൊണ്ടിരിക്കണം. ഊഞ്ഞാലിൽ വന്നിരുന്ന് ആടിന് നല്ല ഇഷ്ടമുണ്ട്. ചിങ്ങടൂന് എന്നെ മിണ്ടാതിരിക്കണേ. ചിങ്ങടുവാ പിടിച്ചോ. ഇരുത്തി കാലിട്ട് ഇങ്ങനെ അടിക്കും. എന്താ മോക്കെ മാറണണ്ട കണ്ട, എണിക്കാൻ വേണ്ടിയിട്ടുള്ള അടവാണത്. ചിങ്ങടാ എന്തിനാ തണ്ണിമത്തണ്ട. അപ്പം അതൊന്ന് കട്ട് ചെയ്ത് കഴിക്കാമെന്ന് വിചാരിച്ചുട്ടാ. അപ്പോൾ വായിച്ചിട്ട് പുറത്ത് ചിങ്കുണിയും കളിപ്പിച്ചിട്ടിരിക്കുകയാണ്. അപ്പം ഞാൻ ഇത് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വായിച്ചിട്ട് ചിങ്കുണിനെ പിടിക്കാൻ വന്നിട്ട് പിന്നെ ഈ തണ്ണിമത്തനൊന്ന് കട്ട് ചെയ്തിട്ട് നമുക്ക് അങ്ങോട്ട് പോകാം. ഗൈസ് തണ്ണിമത്തൻ റെഡിയായി. അത് തണ്ണിമത്തൻ വന്നിട്ട് കഴിച്ചു നോക്ക്. കഴിക്കാൻ പറ്റില്ലേ? കുട്ടിക്ക് കഴിക്കാനായി കഴിഞ്ഞാൽ പിന്നെ കുട്ടിക്കും കൂടി കഴിക്കാം. കളറുണ്ട്, പക്ഷെ മധുരം കുറവല്ലേ പറ. നല്ല കളറുണ്ട്, റെഡ് കളർ. പക്ഷെ ചെയ്താൽ പെടയായിരിക്കും. ഗൈസ് അപ്പോൾ തണ്ണിമത്തൻ തീറ്റയും അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ലഞ്ചും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ട്, പക്ഷെ അന്ന് ഞങ്ങൾ വീഡിയോ കാര്യങ്ങളൊന്നും എടുത്തില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ചിങ്ങടു ഉറങ്ങിയ ഉച്ച സമയത്ത് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഉറങ്ങിയ ഗ്യാപ്പിൽ പെട്ടെന്ന് പോയി കഴിച്ചിട്ട് ഇതായതുകൊണ്ട് ഞങ്ങൾ വെറുതെ എടുക്കാൻ പറ്റില്ല. അതായത് ചിങ്ങടു എണിച്ചിന് പിന്നെ ചിങ്ങടുവിനെ അവിടെ കിടത്തിയിട്ട് ഇവിടെ നിന്ന് കഴിക്കണം. അപ്പോൾ ആ ഒരു ഇതുകൊണ്ട് ഞങ്ങൾ പിന്നെ വേഗം കഴിക്കാനൊന്നും വീഡിയോ എടുത്തില്ല. പിന്നെ ചിങ്ങടു ഇതാ അത്യാവശ്യം കുറച്ച് നേരം ഉറങ്ങിയിട്ട് ഉറങ്ങി എണീറ്റിട്ട് ഇരിക്കാണ് അല്ലേ? മൂഡ് ശരിയില്ല അല്ലേടാ. ഇപ്പം എന്തിനാ കരഞ്ഞെന്നറിയോ ഗൈസ്? ഇപ്പോൾ ടി വി ഇട്ടിട്ടുണ്ട് കണ്ട. അപ്പോൾ ടി വി ഇട്ടിട്ട് ഞാനിവിടെ ഇരുന്നപ്പം മറിഞ്ഞു, കാണുന്നില്ല. അപ്പം അതിന് വേണ്ടിയിട്ട് കരയായിരുന്നു. അല്ലേ ചിങ്ങടോ? അപ്പം അതുകൊണ്ട് എടുത്തില്ല ഞങ്ങൾ. പിന്നെ ഫുഡൊക്കെ കഴിച്ചൊക്കെ സെറ്റായി. അപ്പം അതാ ചിങ്ങടോ എണിച്ച് വന്നു അല്ലേ? ഇനി ചിങ്ങടൂനെ കുളിപ്പിക്കണം, ഒന്ന് അടിപൊളിയാക്കണം അല്ലേ? ചെയ്ത് സുന്ദരിക്കുട്ടി ആക്കണം അല്ലേ? ഇനി ചിങ്ങട് കുളിക്കാൻ വേണ്ടി റെഡി ആയിരിക്കണേ. അതൊന്നും കാണിക്കണില്ല, അപ്പൊ തന്നെ ഒരുപാടായില്ലേ? അതെ, കുളിപ്പിക്കണൊക്കെ പിന്നെ നമ്മൾ വീഡിയോ കിട്ടുന്നുണ്ടല്ലോ. അപ്പോൾ അതൊന്നും നമ്മൾ സെപ്പറേറ്റ് ഇനി കാണിക്കുന്നില്ല. പിന്നെ ഇത് കഴിഞ്ഞാൽ കുളിപ്പിക്കും, പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ നെയ്റ്റ് ഓരോരോ കാര്യങ്ങൾ പോലും ആവേ പിന്നെ മിണ്ടാണ്ട് കിടക്കിട്ട്. ഒരുപാടായി, അതായത് കുറേ കാലത്തിന് ശേഷമാണ് ഒരു മാസമൊക്കെ ഞങ്ങൾ വീഡിയോ പെൻഡിങ് ഇടാതെ, അല്ലെങ്കിൽ അല്ലെങ്കിൽ ഒരാഴ്ച 4 ദിവസം 3 ദിവസം അങ്ങനെയൊക്കെ ഇങ്ങനെ നീണ്ടു പോവാറുണ്ട്. എന്നാലും ഞങ്ങൾ വീഡിയോ ഇടും. ഇപ്പോൾ 1 മന്തായി വീഡിയോ കാര്യങ്ങളൊന്നും ഇടാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇടണമെന്ന് ആഗ്രഹമുണ്ട്, ഓരോ സിറ്റുവേഷനായിട്ട് പറ്റാണ്ടാണ്. അതെ. അപ്പോൾ ഗൈസ് നമ്മളുടെ അതായത് ഒരു ഡൈനർ ലൈഫ് പോലെ വിചാരിച്ചെടുത്തു, പക്ഷെ ഫുള്ളായിട്ട് ഇതായിട്ടൊന്നും വന്നിട്ടില്ല. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കണ്ടിട്ട് എന്താണ് അഭിപ്രായവും കാര്യങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാം. വരാം. അതെ, അപ്പോൾ അടുത്ത വീട്ടിൽ കാണുന്നതായിരിക്കും. ബൈ.